സ്വന്തം രാജ്യത്തിന്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി തുറന്നു സമ്മതിച്ച് ദിവസങ്ങൾ പിന്നിടും മുൻപേ തന്നെ വീണ്ടും സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ മൂല്യവത്തായ വിദേശ ആസ്തികൾ പണയപ്പെടുത്താൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കടം കയറി അവിടെ പടുകുഴിയിലേക്ക് പാകിസ്ഥാൻ ഇപ്പോൾ കൂപ്പുകുത്തുകയാണ്. ഇതോടുകൂടി തന്നെ ന്യൂയോർക്കിന്റെ ഹൃദയഭാഗത്തുള്ള വിശ്വവിഖ്യാതമായ റൂസ്വെൽറ്റ് ഹോട്ടൽ അത് പുനരധിവസിപ്പിക്കുന്നതിനായി തന്നെ പങ്കാളികളെ തേടുകയാണ് പാക് സർക്കാർ എന്നതാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഹോട്ടലിന്റെ മൂല്യമാകട്ടെ കുറഞ്ഞത് $100 കോടി എങ്കിലും വരുമെന്നാണ് ഏകദേശ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഏകദേശം 8,300 കോടി രൂപയാണ് പാകിസ്ഥാൻ ഇതിൽ കിട്ടുമെന്ന് പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്. അന്താരാഷ്ട്ര നാണയനിധിയുടെ അതായത് IMFന്റെ കർശനമായ ഉപാധികളും $700 കോടി വായ്പാ നിബന്ധനകളും പാലിക്കാൻ മറ്റു വഴികളില്ലാതെ തന്നെ വന്നതോടുകൂടിയാണ് ഈ വിൽപ്പനയ്ക്ക് അല്ലെങ്കിൽ ഇത്തരം ഒരു വിൽപ്പനയ്ക്കായുള്ള അല്ലെങ്കിൽ ഇത് വിൽക്കാനുള്ള നീക്കം ഇവർ നടത്തുന്നത്. പാകിസ്ഥാനിൽ വെള്ളപ്പൊക്കത്തിൽ ലഭിച്ച ഫണ്ടുകൾ പോലും ഭീകരവാദത്തിനായി തന്നെ സ്പോൺസർ ചെയ്യുകയായിരുന്നു ഭരണകൂടം ചെയ്തത്. എന്നാൽ ഇപ്പോൾ സാമ്പത്തികമായി കൂപ്പുകുത്തുന്ന ഒരവസ്ഥ വന്നപ്പോൾ തങ്ങൾ കരുതി വെച്ചിരുന്ന അല്ലെങ്കിൽ കരുതലായി തന്നെ വെച്ചിരുന്ന കൂടുതൽ മൂല്യമുള്ള വസ്തുക്കൾ അത് വിപണിയിൽ നിന്ന് അത് വിറ്റഴിക്കുകയോ അല്ലെങ്കിൽ അത് പണയപ്പെടുത്തുകയോ ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് പാകിസ്ഥാൻ എത്തി നിൽക്കുന്നത്. അതേപോലെ തന്നെ പൊതുജനങ്ങളുടെ പട്ടിണി മാറ്റുന്നതിന് പകരമായി തന്നെ അവർ ഭീകരവാദത്തിന് പാലൂട്ടി വളർത്തുകയാണ് ആദ്യം ചെയ്തത്. ഒടുവിൽ രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ കൂടുതൽ ദുർബലമാവുകയും ചെയ്യുന്നു. ഇതോടുകൂടി തന്നെ മൂല്യമുള്ള വസ്തുക്കൾ അത് വിൽക്കേണ്ട ഗതികേടിലേക്കാണ് ഇപ്പോൾ പാകിസ്ഥാൻ എത്തി നിൽക്കുന്നത്. ന്യൂയോർക്കിന്റെ ഹൃദയഭാഗത്തുള്ള വിശ്വവിഖ്യാതമായ റൂസ്വെൽറ്റ് ഹോട്ടൽ പുനരധിവസിപ്പിക്കുന്നതിനായി തന്നെ പങ്കാളികളെ തേടുകയാണ് എന്നതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നത്. ന്യൂയോർക്കിലെ മാഡിസൺ അവന്യൂവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചരിത്ര പ്രസിദ്ധമായ ഹോട്ടൽ 1924 പ്രവർത്തനം ആരംഭിച്ചത്. പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ ഉടമസ്ഥതയിലുള്ള ഈ കെട്ടിടം കോവിഡ് കാലം മുതൽ തന്നെ അടഞ്ഞുകിടക്കുകയായിരുന്നു. ഇടക്കാലത്ത് ആ അഭയാർത്ഥി ക്യാമ്പായി തന്നെ ഉപയോഗിച്ചു വന്നിരുന്ന ഈ കെട്ടിടം അത് വിൽക്കുന്നതിന് പകരം തന്നെ അതിലൊരു ഭാഗം ഓഹരികൾ നിലനിർത്തിക്കൊണ്ട് തന്നെ വൻകിട ഡെവലപ്പർമാരുമായി തന്നെ ചേർന്നുകൊണ്ട് 60 നിലകൾക്കുള്ള വൻ ടെൻഡർ അല്ലെങ്കിൽ ഒരു ടവർ നിർമ്മിക്കാൻ അവർ പദ്ധതികൾ മെനയുകയാണ്. ഇതിലൂടെ തന്നെ വരും വർഷങ്ങളിൽ ഭീകരമായ ഒരു ഭീമമായ തുക അത് സമാഹരിക്കാം എന്നതാണ് ഇവർ കണക്കാക്കപ്പെടുന്നത്. 30,700 കോടി കടബാധ്യതയുള്ള പാകിസ്ഥാന് ഈ ഹോട്ടൽ പുനരധിവസിപ്പിക്കുന്നതിലൂടെ ലഭിക്കുന്ന $10 കോടി ആദ്യ ഗഡു പോലും ഒരു ചെറിയ ആശ്വാസം മാത്രമാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇന്ത്യ സാമ്പത്തികമായി തന്നെ ലോകശക്തിയായി കുതിക്കുമ്പോൾ തങ്ങളുടെ കുടുംബ സ്വത്തായി തന്നെ കണ്ടിരുന്ന കെട്ടിടങ്ങൾ പോലും പണയം വെക്കേണ്ടി വരുന്നത് പാക് ഭരണകൂടത്തിന്റെ പരാജയമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. 2026 കൂടി തന്നെ ഭാരതത്തിന്റെ GDP വളർച്ച അത് 17% തന്നെ ഉയരുമെന്നും ഇപ്പോൾ IMF പ്രവചിക്കുമ്പോഴാണ് പാകിസ്ഥാന്റെ 40% ജനങ്ങളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് എന്ന ഞെട്ടിക്കുന്ന ഒരു വസ്തുത പുറത്തു വരുന്നത്. ആയതിനാൽ തന്നെ ചെറിയ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ കൊണ്ടുവന്നുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇത് പണയപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാൻ പിടിച്ചു നിൽക്കാം എന്നൊരു ശുഭപ്രതീക്ഷയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇത് എത്ര കണ്ട് അവിടെ ഫലവത്താകുമെന്ന കാര്യത്തിലും ഇതുവരെയും ആർക്കും ഒരു പൂർണ്ണമായ ഒരു വഴിയിലേക്ക് എത്തിച്ചേരാൻ അല്ലെങ്കിൽ അതിനൊരു അന്തിമ വാക്ക് പറയാൻ കഴിയുന്നില്ല എന്നതും മറ്റൊരു വസ്തുതയായി എടുത്തു പറയേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.